കൂട്ടുകാരെ അപ്പം നമ്മളിതാ ആദ്യമായിട്ട് തൊഴുത്തിൽ നിന്നിട്ട് പശുവിനെ കഴുകുന്നു. വൈക്കോല് നനയില്ലേ? വൈക്കോല് നമുക്ക് വാരി മാറ്റാട്ടോ. മാറി ഇത്രയും വൈക്കൂലോ കുഞ്ഞിട്ട് കൊടുക്കാലോ. ഇതൊക്കെ പൊടിയാണ്. നല്ല നമ്മൾ വെള്ളം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുളി പാസ്സാക്കുക. ഇന്ന് വെള്ളം നിറയെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പശുവിനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈകാലൊക്കെ നന്നായി വരച്ച് തേച്ച് കഴുകണം. നമുക്ക് പൈപ്പിൽ നല്ലോണം വെള്ളം വന്നതുകൊണ്ട് നമ്മൾ ഊസിട്ടിട്ടാണ് കേട്ടോ വെള്ളം കഴുകണം. ഇങ്ങനെ കഴുകാനാണ് നമ്മുടെ ആഗ്രഹം. കാരണം എന്താണെന്ന് നല്ല വൃത്തിക്ക് കഴുകുക. തോട്ടി കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പൈപ്പ് അടിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഏറ്റവും നല്ലത് രണ്ടും തന്നെ എങ്ങനെ വേണമെങ്കിൽ കഴുകാം. പക്ഷെ വൃത്തിയായി കഴുകി കിട്ടിയാൽ മതി. വെള്ളം ഒടിച്ച് പോലും ഇല്ലേണ്ട വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അപ്പോൾ തേച്ച് കഴുകുമല്ലോ. കുട്ടീനെയും ഇവിടെ അഴിച്ചു കിട്ടിയിട്ട് അവളെയും കഴുകുക കേട്ടാ. ഇവിടെയാണ് ഈ ഭാഗത്താട്ട ചളി കൂടുതൽ. ഇതാ കാണില്ലേ, ഇളകിപ്പോണുണ്ടോ ചളി. കഴുകിക്കഴിഞ്ഞ് നീറ്റായിരിക്കുമല്ലോ. ഇവിടെ കഴുകപ്പ് നല്ലോണം. എവിടെയാണ് ചളി? ഈ ഭാഗത്താണ് ഫുള്ളും ചളി. വെള്ളം സർഫ് എക്സൽ ഇതിപ്പോൾ ഇവിടെ വരച്ചിട്ട് പോകുന്നില്ല. അതുപോലെ ഈ കുളമ്പ് വേണ്ട. ഇതിൽ നമ്മൾ നന്നായിട്ട് നല്ല ഫോഴ്സിൽ വെള്ളം നല്ല സ്ലോ ആയി അല്ലേ, നല്ല ഫോഴ്സിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. എന്താ വാലൊക്കെ നന്നായി തേക്കണം. വാലിലൊക്കെ വളമുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇതോടെയൊക്കെ കഴുകുക. നമ്മൾ പശുവിനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. നമ്മളുടെ കാലൊക്കെ കറങ്ങി വെള്ളം നന്നായി കുറഞ്ഞു. അവിടെ കാണിക്കാൻ ഞാനാക്കാം. അങ്ങനെ തള്ളവിരൽ വെച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ ആക്കണത് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ എനിക്ക് നേരെ ആക്കാൻ അറിയണ്ടേ. ഒരു കയ്യിൽ ക്യാമറയും വീഡിയോ എടുക്കണം. അപ്പോൾ കാലിൽ പുറകിലൊക്കെ നല്ലോണം വളമുണ്ട്. വാലിലും. അമ്മു ഇന്ന് വീട്ടിലാണ് അമ്മൂൻ്റെ കുളിയിട്ടാ. അമ്മു വന്നപ്പോൾ തൊട്ട് വീട്ടിൽ നമ്മൾ കുളിപ്പിച്ചിട്ടേ ഇല്ലല്ലോ ഇപ്പോൾ. പക്ഷെ വെള്ളം ഇങ്ങനെ മിലിഞ്ഞാന്നൊക്കെ ഇതുപോലെ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. ഇപ്പോൾ വെള്ളം നിൽക്കാറുമായി. തന്നെ പൈപ്പ് പിടിക്കാം. വേണ്ട, ഇങ്ങനെ വേണം അടിക്കാം. അപ്പൂനെ അടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കും. എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ തലയൊക്കെ കൊണ്ട് അയ്യേ വളർത്തിയിട്ട് ഇല്ല. ഈ ബാക്കിലെ കല്ലാണ് ഏറ്റവും കൂടുതൽ വളം നിൽക്കുന്നത്. കുഞ്ഞു പശുവിനെ നാളെ കഴുകാം അല്ലേ? എന്തായാലും നാളെ ഇതുപോലെ വെള്ളം വരും. കുഞ്ഞു പശുവിനെ കഴുകുക. അതാ ഷിബിലിൻ്റെ കൂടെ മിക്കവും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വളം ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത്ര വൃത്തിയായിട്ട് ഇനി നമുക്കിതാ നമ്മുടെ വെള്ളം പോണ സൗകര്യം കേട്ടോ. ഇവിടെ ഇങ്ങനെ ചൂല് കൊണ്ട് ആക്കിയത്തിരി ഫോഴ്സിൽ പോവും. അതുകൊണ്ട് വളം പോണത് ഇതിൽ കൂടെ പോയിട്ടൊരു കുഴിയുണ്ട്. അതിൽ കൂടെ ഇറങ്ങിപ്പോവും കേട്ടോ.
ഇത് നോക്കാം നമ്മുടെ തൊഴുത്ത് ഫുൾ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ വെള്ളം വന്നാൽ സൂപ്പറാണല്ലേ പശുക്കളിനൊക്കെ കഴുകാനൊക്കെ വേണ്ട തൊഴുത്ത് ഫുള്ളും വെള്ളം ഒഴിച്ച് നല്ല ക്ലീൻ ആക്കി മാറ്റൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ നിൽക്കുവാ നിൽക്കും ഉറങ്ങിയിട്ട് ശിപ്പിണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വെക്കണ്ട അപ്പോൾ അതാ നമ്മുടെ പശുവിനെ കഴുകുന്നൊരു വീഡിയോ ഉണ്ട് നാളെ നമുക്ക് കുഞ്ഞിനെയും കഴുകാട്ടെ കുഞ്ഞിൻ്റെ മേത്ത് പിന്നെ അങ്ങനെ ചളിയൊന്നും അത്രയ്ക്കില്ല അമ്മൂനെ പോലെ അപ്പോൾ നമ്മുടെ തൊഴുത്തും പശുവിനൊക്കെ കഴുകുന്ന ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും ബൈ